വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ഇവൻ ഫോൺ കൊടുക്കണില്ലല്ലോ. ഹലോ ജോഷി. ജോർജ് പറയടാ. എടാ ദേ 2-3 തവണ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്നത് ആരാ? ഞാനല്ലേ? അല്ലടാ, അത് ഇപ്പോഴല്ലേ. എപ്പോഴായാലും വിളിച്ചില്ലേ? നീ കാര്യം പറയടാ. എടാ, ആ കൊട്ടാരം ജംഗ്ഷനിലെ പണി തുടങ്ങണ്ടേ? ആ വർക്ക്ഷോപ്പിൻ്റെ അടുത്തുള്ള ആ പണി തീർത്തു കൊടുക്കണ്ടടാ. ഹോ, അത് ചെയ്യാന്നേ. ഞാൻ കുറച്ച് തിരക്കായി പോയി, അതാ. വേറെ ഒന്നുമില്ലല്ലോ. അല്ലടാ, കട്ടിയില്ലേ എന്ന് നിനക്ക് ചെയ്യാൻ പറ്റണേ? അതിപ്പോ എടാ ഞാൻ നിന്നെ വിളിച്ചോളാം. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ആ ആൽബർട്ടിന്റെ വീട് വരെ ഒന്ന് വന്നതാണ്. ഏത്? സെന്റ് സ്ലാവോസിന്റെ അനിയൻ ആൽബർട്ടോ? അതെ അതെ, അവനവിടെ ഇല്ലേ? കടയിൽ എവിടെ പോയിരിക്കുന്ന പറഞ്ഞത് വിളിച്ചപ്പോ. വരാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യണേന്. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ ഉണ്ടാവും. ഫിലിപ്പ് സാറേ, പറയൂ സാറേ. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി സാറേ, ഞാൻ അങ്ങോട്ട് വരാം. അത് ചെയ്യാം സാറേ. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ സാറേ. പുതിയ വർക്കിൻ്റെ കാര്യത്തിന് വിളിച്ചതാ. അല്ലേ ജോർജ്, ഇപ്പോൾ വർക്കൊന്നുമില്ലേ? ഇല്ലേന്നോ? നിന്നിരിയാൻ നേരമില്ലാത്തത്ര വർക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ കൂട്ടത്തിൽ വരുന്ന പണിക്കാർക്ക് പണിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? താല്പര്യമില്ലെന്ന് പറഞ്ഞോ? എൻ്റെ ജോർജെ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറയരുത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പണിയില്ലാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. എൻ്റെ ജോൺസൺ ചേട്ടാ, ഞാൻ തൻ്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ കൂട്ടത്തിൽ നിന്ന് പണിയാന്നല്ലാതെ ഫിനിഷിങ്ങിനൊക്കെ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? അത് പറ്റില്ല. അതിനു പറ്റിയ ആളെക്കുറിച്ചാണ് ഞാനീ പറയണത്. സത്യം പറയാലോ ജോർജെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ജോഷി തപ്പി ഇറങ്ങിയതാ. 2 ആഴ്ച മുമ്പ് 1500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയതാ. 2-3 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞതാ. പിന്നെ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ മുങ്ങിടക്കുകയാ. എന്ത് നല്ല പണിക്കാരനാ. വെള്ളമടിയും ഭയങ്കര മടിയും. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യാക്കോബ് 4:17. അയ്യോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ലേ? അവന് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു നിർത്തിയിരിക്കുക. എങ്കിൽ പിന്നെ ഞാനുണ്ട് എൻ്റെ കാശ് ചോദിക്കാൻ. അത് നമുക്ക് ശരിയാക്കാന്ന്. ഇപ്പം എൻ്റെ കൂടെ താൻ വരുന്നത് കണ്ട അവനവിടുന്ന് മുങ്ങും. അല്ല, അപ്പോ നമുക്ക് ശരിയാക്കാന്ന്. ആദ്യം അവനെ കസ്റ്റഡിയിലെടുത്ത് അനനയത്തിൽ കൂടെ നിർത്തി പണിക്ക് വരുത്തട്ടെ. ആയിക്കോട്ടെ, എൻ്റെ കാശ് ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല. അവൻ പണിക്ക് വരുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എനിക്കും ജോർജിനും അവൻ ആൻ്റപ്പനും എല്ലാവർക്കും. ജോർജ് വേഗം ചെല്ലാൻ നോക്കും, അല്ലെങ്കിൽ ആള് വല്ല വഴിക്കും പോവും. ഞാൻ പോയി നോക്കാം. എൻ്റെ അടുത്താണ് കളി. എന്താണ് ഈ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് വരുന്നത്? ഇവൻ്റെയൊക്കെ അടുത്ത് വന്നാൽ എന്നെ വേണം പറയാൻ. ആൽബർട്ടിനെ കണ്ടില്ലേ? ഓ, കണ്ട്.
ആ മഹാനെ കണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ആ എടാ കുറച്ച് കാശിന് ടൈറ്റ് വന്നു. ഒരു 2000 രൂപ അവന് കടം ചോദിച്ചു. എന്നിട്ട് അപ്പം അവൻ എടുത്തടിക്ക് പറഞ്ഞേ അവൻ്റെ കയ്യിൽ ഇല്ലെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് പലവട്ടം വാങ്ങിയിട്ടുള്ളവനാണ്. ഓ അങ്ങനെയാണല്ലേ. ഓ നീ ഇപ്പം ആലോചിക്കുന്നതേ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിൻ്റെ കാര്യത്തെ പറ്റിയല്ലേ? അത് ഞാൻ പണിയെടുത്ത് വീട്ടും. എന്ന് ഏ ആ എന്ന് പണിക്ക് പോകാതെ ദിവസത്തിന്റെ 3/4 ഭാഗവും കള്ളും കുടിച്ച് നടന്ന എന്ന് പണിയെടുത്ത് വീട്ടാനാ? ഓഹോ നീ ഇപ്പോൾ അങ്ങനെ ആയ? നീ എന്നെ പറ്റി അങ്ങനെ ധരിച്ചേക്കണത്? പിന്നല്ലാതെ. എടാ നിന്നെ പോലെ ഇത്രയും നല്ല പണിക്കാരൻ ഈ പരിസരത്തുണ്ടോ? അത് ആ നീ ഇങ്ങനെ സ്വയം നശിക്കുന്നത് എന്തിനാ? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. ഓഹോ അപ്പ എന്നെ ഉപദേശിക്കാനുള്ള പരിപാടിയാണല്ലേ? നീ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ കാര്യമാണ് പറഞ്ഞത്. എടാ ആ വർക്ക്ഷോപ്പിൻ്റെ അടുത്തുള്ള വർക്ക് ഇതുവരെ തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? നീ പറഞ്ഞാക്കെ ശരിയാണ്. അത് നമുക്ക് തീർത്തു കൊടുക്കാടാ. എന്ന് ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കാതെ പണിക്ക് വരണം. ശരിയടാ, അടുത്ത ആഴ്ച മുതൽ ഞാൻ അവിടെ ഉണ്ട്. എന്തിനാ അടുത്ത ആഴ്ച? നാളെ നീളേന്നാ. എടാ ഇപ്പൊ തുടങ്ങണം. ഓ ഇന്നാ? കേട്ടല്ലേ നീ? നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണം. എടാ അതിനുള്ള മൈൻഡ് വരണ്ടേ? തലക്ക് ചുറ്റും കടവാണ്. ദൈവം സഹായിച്ചു ആരും അതൊന്നും തിരിച്ച് ചോദിക്കണില്ല. ആ ജോൺസൺ ചേട്ടൻ മാത്രമേ ചോദിക്കണുള്ളൂ. അത് പിന്നെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്രയ്ക്ക് കഷ്ടപ്പാട് അയാൾക്ക്. നീ പണിക്കിറങ്ങിയേ അപ്പൊ കയ്യിൽ കാശ് വരും. അങ്ങനെ ഇതൊക്കെ നിസ്സാരമായിട്ട് തീർക്കാൻ പാടില്ലേ? അതൊന്നും നടപടിയാണ് കാര്യമില്ല. ആ ജോണി ചേട്ടനുണ്ട് 10,000 രൂപ, പീറ്റർ ചേട്ടനൊരു 5,000 രൂപ, ഈ പറഞ്ഞ ജോൺസൺ ചേട്ടനൊരു 1,500 രൂപ, ആ മൈക്കിളിന് ഒരു 5,000 രൂപ. പിന്നെ നിർത്തിയേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കാശിന് കാശ് തന്നെ വേണ്ടടാ. അതിനെന്ത് വേണം? പണിയെടുക്കണം. നീ എന്താ ആലോചിക്കണേ? അല്ല നീ ഇപ്പേ ഒരു 2,000 ഉണ്ടെങ്കിൽ എടുത്തേ, അടുത്ത ആഴ്ച തിരിച്ചു തരാം. ഇയാളെ പണി നടക്കാതെയൊക്കെ എൻ്റെ കയ്യിൽ കാശുണ്ടാവണേ എവിടുന്നാ? നീ പണിക്കുക, അപ്പം ഞാൻ കാശ് തരാം. കല്ലിനു ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ ബോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതെത്രേ. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 3-ാം വാക്യം. എൻ്റെ ചേട്ടാ സത്യം ഒരു ഇല്ല ചേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നല്ല. അതെന്ത് മര്യാദയില്ലാത്ത വർത്തമാനം നീ പറയണത്? അവര് പറഞ്ഞ കാശ് കടം വാങ്ങി, എന്നിട്ടത് തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ തരാന്നാ. വേണ്ടെന്ന് വിചാരിച്ചപ്പോഴേ നീ ആളെ മണ്ടനാക്കണം. എന്ന് തരാൻ പറ്റും എൻ്റെ കാശ്? അത് പിന്നെ ഇനി ഇതിൽ വേറെ വർത്താനമില്ല. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം. ചേട്ടാ ഒരാഴ്ചക്കുള്ളിൽ ഇത് നടക്കില്ല ചേട്ടാ. നടന്നില്ലെങ്കിലേ ഇപ്പം ഈ കാണുന്ന എന്നെ ആയിരിക്കില്ല നീ അന്ന് കാണുന്നത്. നല്ല 1-ാം തരം പണിക്കാരനല്ലേ നീ? പണിയെടുത്താൽ വീട്ടാന്നല്ലേ ഉള്ളൂ എൻ്റെ ഈ കാശ്. കള്ളും കുടിച്ച് മടി പിടിച്ചിരിക്കാതെ ദേ പണിക്ക് പോകാൻ നോക്ക് നീ. ദേ ജോഷി, ഇനിയൊരു വർത്താനം ഇല്ലാട്ടാ, മനസ്സിലായോ നിനക്ക്? അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. പ്രഭാഷകൻ 29-ാം അധ്യായം 2-ാം വാക്യം. എവിടെ 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞ് നീ വാങ്ങിച്ചോണ്ട് പോയതല്ലേ ഈ 1,500 രൂപ? എനിക്കിപ്പോ കാശിന് ആവശ്യമുണ്ട്. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം.
എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? 1500 രൂപയല്ലേ, അല്ലാണ്ട് 1 ലക്ഷം രൂപ ഒന്നുമല്ലല്ലേ? നിനക്ക് 1500 രൂപ വലിയ കാശല്ലായിരിക്കും. എനിക്കിപ്പോൾ അതിന് 1.5 ലക്ഷം രൂപയുടെ വിലയുണ്ട്. മനുഷ്യനായാലേ വാക്ക് പാലിക്കണം. ചേട്ടാ കുറച്ച് പതിയെ പറ, അവിടെ ആളുകൾ കേൾക്കൂലേ. എനിക്ക് കുറച്ച് സമയം കൂടി തരണം. കുറച്ച് സമയമല്ല, എനിക്ക് ഇന്നോ നാളെയോ കിട്ടണം. ഇതിലിഞ്ഞേ കൂടുതൽ വർത്താനൊന്നുമില്ല. അല്ല പിന്നെ എടാ ജോഷി അവിടെ നിന്നാ. ആ പീറ്ററേട്ടാ, അപ്പൊ നിനക്ക് എന്നെ അറിയാം, മറന്നിട്ടില്ല അല്ലേ? ചേട്ടൻ ഇത് ഇവിടെ എവിടെ പോയിച്ചതാണ്? ഹേ, ഞാൻ എവിടെയെങ്കിലും പോട്ടെ. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെ പറയണം? എന്റെ കയ്യിന്ന് കടം വാങ്ങിക്കൊണ്ടായ കാശിന്റെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഹോ, ഭാഗ്യം. എത്ര നാണമില്ലാതെ പറയുന്നെന്ന് നോക്കിയേ, ഓർമ്മയുണ്ടെന്ന്. ആ പണം തിരികെ തരണമെന്ന് വല്ല വിചാരമുണ്ടോ? ഇപ്പൊ വർക്ക് ഇത്തിരി കുറവാണ് ചേട്ടാ, അതാണ്. കുറവോ? കള്ളം കുടിച്ച് നാട് മുഴുവൻ തെണ്ടി നടക്കുന്ന ആ ആളിന് വർക്ക് കുറയും, അത് നിനക്ക് അറിയില്ല അല്ലേ? എന്ത് ചെയ്തിട്ടാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് എന്റെ പണം 2 ദിവസത്തിനുള്ളിൽ കിട്ടണം. 2 ദിവസമോ? എന്തേ 2 ദിവസം ഒന്നും ഇതുവരെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാം. ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാള് എനിക്ക് എന്റെ പണം കിട്ടണം, അല്ലെങ്കിൽ നീ എന്റെ തനി സ്വരൂപം കാണും. പോടാ. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37 അധ്യായം 27-15 വാക്യങ്ങൾ. ആ ജോഷി വാടാ. ആ ആ ജോഷി, നീ ഞാൻ വർക്കിന് വരുന്നുണ്ട്. എന്നു മുതല്? ഞാൻ ഇപ്പൊ മുതൽ. ഓഹോ, ജോർജ് നീ പറഞ്ഞില്ലേ നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യണമെന്നും ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണമെന്നും. ആ ഞാൻ ഇപ്പൊ മുതൽ വർക്കിലുണ്ട്. ഓഹോ, എടാ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലേ. എടാ ഒരു മിനിറ്റ്. ആ ആ സാറേ, വർക്ക് ഈ ആഴ്ച തീർക്കാട്ടോ. ആ അതെ സാറേ, ദാ ഇന്ന് തന്നെ തുടങ്ങാണ്. അതെ, ആ ഓക്കെ സാറേ. ഞാനേ മറ്റു പണിക്കാരെ കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? എടാ അതെ, നമ്മളെ പറഞ്ഞ കാര്യം എന്തായി? ശരിയാക്കിയോ? ആ ഉവ്വ, മറ്റവനെ വിളിച്ചു പറഞ്ഞോ? ആ എന്നാ നീ ഒരു കാര്യം ചെയ്തോ, നീ പെട്ടെന്നങ്ങ് പോരെ. ആ മറ്റേയാളുടെ കാര്യം പറഞ്ഞത് ശരിയല്ലേ? ആഹാ അതും ശരി. ഓക്കെ എന്നാ. എടാ പെട്ടെന്നേ ആ പണിസാധനമൊക്കെ എടുത്തോണ്ട് ആ വർക്ക് സൈറ്റിലേക്ക് വന്നേക്കണം, കേട്ടില്ലേ? ആ ഇന്ന് വർക്ക് തുടങ്ങും. ആ പിന്നത്തെ കാര്യം നമുക്ക് അവിടെ വന്നിട്ട് പറയാം. ആ ശരി. എങ്കിൽ നമുക്ക് ഇറങ്ങിയേക്കാം ജോഷി. ആ വർക്ക്ഷോപ്പിന്റെ പുറകിലുള്ള സൈറ്റിലേക്ക് തന്നെ പോണം. ടൈലിട്ട് കഴിഞ്ഞിട്ട് പണി തുടങ്ങാന്ന് പറഞ്ഞാണല്ലോ നമ്മളത് നിർത്തിവെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞില്ലേ? അപ്പൊ ആ സാറ് ഇന്നലെയും കൂടി എന്നെ വിളിച്ചു വെച്ചിരിക്കുക എന്ന് തുടങ്ങാൻ പറ്റുമെന്ന്. അതാ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞത് ഇന്ന് തന്നെ തുടങ്ങാന്ന്. വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഏതായാലും നിനക്കിങ്ങനെ തോന്നിയത് വളരെ നന്നായി. വാ ജോഷി, നമുക്ക് പോവാം.
ആ പ്ലംബിങ്ങിന്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? ആ പിന്നെ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം തീരാറായി. അതെയല്ലേ? അകത്ത് വയറിങ്ങിന്റെ പണി നടപ്പുണ്ട? വയറിങ് നടക്കുന്നുണ്ട്. വാ നീ അകത്തേക്ക് വന്ന് പിന്നെ നോക്ക്. ഈ മൊത്തം ടൈൽസിന്റെ പണിയെല്ലാം ഒക്കെ ആയിരിക്കൂടെ? ആ അതൊക്കെ നടക്കണമെന്നേ. നീ വല്ലപ്പോഴും വന്ന് ഇതൊക്കെ എങ്ങനെ അറിയാനാണ്? ആ അവിടുത്തെ എല്ലാം ഓക്കെ ആയില്ലടാ? ആ എല്ലാം ഓക്കെ അവിടെ കഴിഞ്ഞു. ആ ജോഷി, ആ എന്തേ നീ റെഡിയായോ? ആ ദാ ഈ ആഴ്ചത്തെ നിന്റെ തച്ച് കാശ്. ആ എന്നാലും ഒരു ദിവസം പോലും നീ പറ്റുകാശ് വാങ്ങിച്ചില്ല. മദ്യപിക്കാൻ പോയി കണ്ടൂലേ? ഓ അതൊന്നും ഇല്ലാണ്ട് പറ്റുമോ നോക്കണ്ടേ ജോർജെ? എന്നാലും ഈ മാറ്റം ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു? ജോർജെ, ഉം. ഞാൻ കടം വാങ്ങിയിരുന്ന ആളുകൾ എല്ലാം കൂടി എന്നെ കൂട്ടത്തോടെ ആക്രമിച്ചില്ലേ? അവരൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ നല്ല പണിക്കാരനല്ലേ എന്ന്. അത് തിരിച്ചറിയാത്തത് പോലെ ജീവിച്ചതേ എൻ്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി ജീവിച്ചപ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് മാറി. കടം തന്നത് തിരിച്ചു കൊടുക്കാത്തതിന് എന്നെ കളിയാക്കുകയും വഴക്ക് പറയുകയും ചെയ്ത ജോൺസൺ ചേട്ടനും പീറ്റർ ചേട്ടനും കാശ് ഞാൻ തിരികെ കൊടുത്തു. അതും അധ്വാനിച്ച് തന്നെ. ഉം. പിന്നെ എനിക്ക് ഒരാളെയും കൂടി കാണാനുണ്ട്. 10,000 രൂപ തന്ന ആ ജോണിയേട്ടനെ. ആ, ഞാൻ വരട്ടെ ജോർജ്? ഓക്കെ ശരി എന്നാ. ദേ ആള് വരുന്നുണ്ടല്ലോ. ആ എടാ അവൻ എന്തു വേണേലും പറഞ്ഞോട്ടെ, നമുക്കൊന്നും പ്രതികരിക്കണ്ട. ആ അതാ നല്ലത്. ആ, നീ- ആ ഒന്ന് കാണുമെന്ന് മനസ്സിൽ വിചാരിച്ചുള്ളു. അപ്പൊ തന്നെ മുന്നിൽ ഒന്ന് പെട്ടല്ല. അതും രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ആ, നിനക്കെന്തോ ഞങ്ങളോട് വഴക്ക് പോലെ ഉണ്ടല്ലോ. ആ അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഉണ്ട് ചേട്ടാ. അതിനും വേണ്ടുമല്ലേ ചേട്ടനും ദേ ഇയാളും കൂടി എന്നെ പെരിവഴിയിട്ട് പൊരിച്ചത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച കാശി ഞാൻ തിരിച്ചു തന്നപ്പോൾ അത് അവിടെ തീർന്ന്. പക്ഷേ എന്നെ പറഞ്ഞ വഴക്ക് അതെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഇതാ ഇപ്പോഴും കൂടി എന്നെ ചീത്ത വിളിച്ച ഒരാൾക്ക് കടം വാങ്ങിയ കാശി തിരികെ കൊടുത്തിട്ട് വരികയാണ് ഞാൻ. ആ ജോണിയേട്ടന് അയാളോട് ഇല്ലാത്തത് കാരണം അയാളുടെ ഭാര്യയുടെ കൈ കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് രണ്ടെണ്ണം പറയാൻ പറ്റിയില്ല. അയ്യോ ജോഷി, ആ, നീ വഴക്കിട്ട് പോവല്ലേ? വഴക്കില്ലെന്നും പറഞ്ഞ് പോകാനേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്കരൊന്നും അല്ല. വഴക്കും വിഷമവും ഉണ്ട്. അത് ദേ ഇവിടെ ഉണ്ടാവും. ആ ജോഷി നീ ക്ഷമിക്കേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു. നീ ക്ഷമിക്ക്. മനസ്സിലായില്ല അല്ലേ? ഇവന് ഒന്നും മനസ്സിലായില്ല. നീ ഇങ്ങനെ മദ്യപിച്ചും ജോലിക്ക് പോകാതെയും നടന്നപ്പോൾ നീ നാശത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ ആ ജോർജ് പറഞ്ഞത് ഒരു നല്ല കാര്യമാണെന്ന് ഞങ്ങൾക്കും തോന്നി. അങ്ങനെയാ, പല സമയത്ത് കടം വാങ്ങിയ കാശ് തിരികെ നൽകണമെന്ന് പറഞ്ഞ് ഞാനും ഇവനും ജോണുമെല്ലാം നിന്നെ നിർബന്ധിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തത്. അല്ലാതെ ഞങ്ങൾക്കാർക്കും നിന്നോട് ദേഷ്യമോ വഴക്കോ ഒന്നുമില്ല. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയായിരുന്നല്ലേ? എങ്കിൽ അവനെ ഒന്ന് എനിക്ക് കാണുമല്ലോ, ആ ജോർജിനാ. ഞാൻ ഇല്ലാണ്ട് അവൻ്റെ പണി നടക്കില്ല. അതുകൊണ്ട്
അവൻ്റെ പണി നന്നായിട്ട് നടന്നു കാണാൻ വേണ്ടിയാ, അല്ലാതെ ഞാൻ നന്നായി കാണുന്ന താല്പര്യം കൊണ്ടൊന്നും അല്ല. ഏട്ടാ ജോർജ്, ഞാൻ നിന്നൊന്ന് കാണുന്നുണ്ട്. പീറ്റേട്ടാ, ഇവൻ ആ ജോർജിന്റെ വീട്ടിൽ പോയി വല്ല കുഴപ്പമുണ്ടാക്കും? ഏയ് ഉണ്ടാക്കോ? ആ, ഇതാ ജോണാണല്ലോ. എടുക്കേട്ടാ. ആ ഹലോ, എന്റെ ജോണേ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? അല്ല, ഇപ്പൊ എവിടെ എത്തി? ജോണേ, ആ ജോഷി നിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി ഞങ്ങളെ കണ്ടായിരുന്നു. അവനെ ഇനി ഞങ്ങളെ പറയാനായിട്ടൊന്നുമില്ല. ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ഉണ്ടായതെല്ലാം പറഞ്ഞു. ആ, അവനിപ്പോ ആ ജോർജിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. ആ ആ ആ എന്നാ ശരി, അവിടെ കാണാം. ഓക്കെ എന്നാ വാ, നമുക്ക് ആ ജോർജിന്റെ വീട്ടിലേക്ക് പോവാം. ആ, ജോൺ അവിടെ വരൂ. എന്നാലും ജോർജേ, എന്നോട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിച്ചിട്ട് എന്നെ നാറ്റിക്കൊന്നു. എടാ ഞാനത് നിനക്ക് നിന്റെ വർക്കൊക്കെ നന്നായിട്ട് നടക്കാൻ നീ എന്നെ കരുവാക്കുകയായിരുന്നല്ലേ? എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല ജോഷി, നീ അങ്ങനെയൊന്നും ധരിക്കരുത്. ധരിക്കരുതെന്നാ? നിന്റെ കൂടെ ഇനി പണിക്ക് വന്ന പ്രശ്നമില്ല. നീ ആയിട്ടുള്ള ഒരിടപാടും ഞാനിനിയില്ല. എടാ ഉം? എടാ, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. വേണ്ട ജോഷി, നീ ക്ഷമിക്കണം. ഇല്ല, ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ജോഷി, താമുണ്ടരുത്. നിന്നെയൊക്കെ കാണിച്ചടാ മാറങ്ങട്. എന്നെ ഇത്രയും ടെൻഷൻ അടിപ്പിച്ച് നിങ്ങളെ ഞാൻ ഇത്രയും ടെൻഷൻ അടിപ്പിക്കണ്ടേ? എന്താണ് ജോർജ് പന്തം കണ്ട പരിചയപ്പോൾ ഇങ്ങനെ നിൽക്കണത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നത്? എന്റെ ജോർജെ, നീയും ഇവരെല്ലാം കൂടി ചെയ്ത ഈ നന്മ കൊണ്ട് ഞാൻ നന്നായില്ലേ? എനിക്കതല്ലേ ഏറ്റവും വലുത്. എനിക്ക് നിങ്ങളൊരു വഴക്കുമില്ല, ഒരു തെറ്റിദ്ധാരണയില്ല. നന്ദി മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. എസക്കിയേൽ 34 അധ്യായം 16 വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.